അതിദാരിദ്ര്യമുക്തമെന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലെ കാഴ്ചയാണിത്. അന്തിയുറങ്ങാൻ വീടില്ലാതെ, വാടക കൊടുക്കാൻ പണമില്ലാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങൾ. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി അനിലും ഭാര്യ രമ്യയും 8ഉം 4ഉം വയസ്സുമുള്ള കുട്ടികളുമാണ് 1.5 മാസമായി ഓട്ടോറിക്ഷയിൽ കഴിയുന്നത്. അനിലിന്റെ പരിചയക്കാരന്റെ ഓട്ടോറിക്ഷയാണ്. 4 വയറുകൾ എരിയാതെ നോക്കണം. 8 വയസ്സുകാരിയുടെ പഠനവും. വാടക നൽകാനാവാതെ വന്നതോടെ കഴിഞ്ഞ 11 വർഷത്തിനിടെ പല വീട്ടുടമകളും ഇറക്കി വിട്ടു. ഞങ്ങൾ ഈ ലഗേജുമായിട്ടാണ് ഞങ്ങൾ ഈ നടപ്പ് മുഴുവൻ നടക്കുന്ന മക്കളെയും കൊണ്ടിട്ട് ഈ നടപ്പ് മുഴുവൻ നടന്നേച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ താഴത്തെ അയോബിബായും കൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ദിവസം രാത്രിയിൽ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് പോലീസുകാർ കണ്ടത്. അപ്പോൾ അവർ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ പോലീസുകാരാണ്. അവരിപ്പോൾ 2-3 ദിവസം ഞങ്ങളെ ക്ലോക്ക് റൂമിലാക്കിയപ്പോൾ അവർ പറഞ്ഞ് 3 ദിവസമൊക്കെ നിൽക്കാം, പിന്നെ രോഗികൾക്ക് വേണ്ടിയിട്ട് വരുന്നവർക്ക് മാത്രം കിടക്കാനുള്ള സ്ഥലം ഇത്, അപ്പോൾ ഞങ്ങളോട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇപ്പം നമുക്ക് ഒരു വീട് എന്തായാലും നിർബന്ധ. എനിക്ക് 2 ചെറിയ പെൺകുട്ടികളാണ്. പിന്നെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിലിപ്പം എന്തെങ്കിലും ഞങ്ങൾ വേറെ വഴിയെ നോക്കുകയുള്ളൂ, ഉറപ്പാണ്. 1.5 മാസമായി ഓട്ടോറിക്ഷയ്ക്കകത്താണ് ജീവിതം. അനിൽ സവാരി പോകുമ്പോൾ രമ്യയെയും കുട്ടികളെയും വഴിയിൽ നിർത്തും. പൊതു ശൗചാലയങ്ങളെയും കുളിമുറികളെയും ആശ്രയിച്ചാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡുമൊക്കെ ഉണ്ടെങ്കിലും 4 അംഗ കുടുംബത്തിന് മുമ്പിൽ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.